ഇന്ദുലക്ഷ്മി ഭാഗം 7. ഇന്ദു റൂമിൽ നിന്ന് വാതിൽ വരെ എത്തിയപ്പോൾ അവൻ മുഖമുയർത്തി നോക്കി. ഇന്ദു. അവൾ തിരിഞ്ഞു നോക്കി. എങ്ങനെയുണ്ട് ജോലി? കുഴപ്പമൊന്നുമില്ല. ഇന്ദുവിന് സന്തോഷം തോന്നി. കിഷോർ ഇത്രയെങ്കിലും സംസാരിച്ചല്ലോ. കിഷോർ മേശവലിപ്പ് തുറന്ന് ഒരു മൊബൈൽ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ദാ, ഇത് തനിക്ക് യൂസ് ചെയ്യാം, സിം ഇട്ടിട്ടുണ്ട്. ഇന്ദുവിന് സന്തോഷം തോന്നി. അവൾ അത് തിരിച്ചു മറിച്ചു നോക്കി. സുജയുടെ കയ്യിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ട്. നാളെ അവളോട് ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കണം. ഇന്ദു അത് ബാഗിൽ വെച്ചു. പുറത്തേക്ക് നടക്കുമ്പോൾ കിഷോറിനെ തിരിഞ്ഞു നോക്കി. താങ്ക്സ്. അവനൊന്ന് നോക്കി ചിരിച്ചു. പിന്നെ വീണ്ടും ലാപ്ടോപ്പിലേക്ക് നോക്കി. അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. ചപ്പാത്തിക്ക് ഗോതമ്പ് മാവ് കുഴച്ചു. അത് കഴിഞ്ഞ് അമ്മയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ആൾ അവിടെയുണ്ട്. അമ്മേ, ഒന്നിങ്ങ് വരുവോ? ഒരു കാര്യം പറയാനാ. എന്താ എന്ന ഭാവത്തിൽ അവർ നെറ്റി ചുളിച്ചു. ഇന്ദു ഇടുപ്പിലൊരു കൈകുത്തി നോക്കി. ഷോ, ഈ അമ്മയുടെ ഒരു കാര്യം. കൊച്ചുകുട്ടിയെ പോലെ പിണങ്ങിയിരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങോട്ട് വാന്നേ. മീനാക്ഷിയുടെ ചുണ്ടിൽ ചിരി മിന്നിമാഞ്ഞു. ഇന്ദു മുന്നോട്ട് വന്ന് അവരുടെ കയ്യിൽ പിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അമ്മേ, രാത്രി ചപ്പാത്തി മുട്ടക്കറി ആയാലോ? അമ്മ ഈ സവാള ഒന്ന് അരിഞ്ഞു വെക്ക്, ഞാൻ അപ്പോഴേക്കും മുട്ട പുഴുങ്ങാം. മീനാക്ഷി വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കി. കിച്ചോട്ടൻ പറയുന്നു ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിലൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ കൂടി പറഞ്ഞതേ ഉള്ളൂ അമ്മ ഉണ്ടാക്കുന്ന മുട്ടക്കറി കഴിക്കാൻ കൊതിയാവുന്നെന്ന്. ഷോ, ഇങ്ങനെ നിന്നാലോ? വേഗം ആവട്ടെ. മനസ്സില്ലാ മനസ്സോടെ അവർ സവാള അരിയാൻ തുടങ്ങി. ഇന്ദു ഒരു പാട്ട് മൂളിക്കൊണ്ട് പുഴുങ്ങാനുള്ള മുട്ടയെടുത്തു. കുറെ നാൾ ജോലിയൊന്നും ചെയ്യാത്തത് കൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തു മീനാക്ഷി. ദാ, ഇനി ഞാനൊന്ന് കിടക്കട്ടെ. എണീറ്റ് നടക്കാൻ ഭാവിച്ച അമ്മയെ ഇന്ദു കൈനീട്ടി തടഞ്ഞു. അയ്യോ അയ്യോ, പോകല്ലേ അമ്മേ, ഇതൊന്ന് കറിയാക്കിയിട്ട്. മീനാക്ഷി അവളെ രൂക്ഷമായി നോക്കി. വയ്യെങ്കിൽ അത് പറഞ്ഞ പോരെ, നോക്കി പേടിപ്പിക്കുന്ന എന്തിനാ? ഞാൻ ചെയ്തോളാം. അമ്മ ഈ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്ക്. എടീ, നീ ആരോടാ ഈ പറയുന്നതെന്ന് അറിയാവോ? മീനാക്ഷി പല്ല് കടിച്ചു. അതെന്താ അമ്മേ? ഞാൻ അമ്മയുടെ മരുമോളല്ലേ. കിച്ചോട്ടൻ അമ്മയുടെ മോനും. അമ്മ ആഹാരം ഉണ്ടാക്കിയാലും കഴിക്കുന്നത് നമ്മളല്ലേ. അതുമല്ല, ഒരു വീടായ എല്ലാവരും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണ്ടേ. കറി ഞാൻ ഉണ്ടാക്കാം, നിന്റെ പ്രസംഗം ഒന്ന് നിർത്താവോ? മീനാക്ഷി ചൂടായി തുടങ്ങിയ പാനിൽ സവാള വഴറ്റാൻ തുടങ്ങി. ഇടയ്ക്കിടെ എന്തോ പിറുപിറുക്കുന്നുമുണ്ട്. അരമണിക്കൂറിനുള്ളിൽ ചപ്പാത്തിയും കറിയും റെഡിയായി. ഇന്ദു ഒരു സ്പൂണിൽ കറി എടുത്ത് ടേസ്റ്റ് നോക്കി. നന്നായിട്ടുണ്ട്. ചുമ്മാതല്ല ഏട്ടൻ പറയുന്നത്. ഇനി അമ്മ തന്നെ മോന് വിളമ്പിക്കൊടുക്ക്. പാത്രങ്ങളെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ കിഷോർ അങ്ങോട്ട് വന്നു. ഞാനൊന്ന് പുറത്തു പോകുക. എടാ, നീ കഴിക്കുന്നില്ലേ? ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ട, നിങ്ങൾ കഴിച്ചിട്ട് കിടന്നോ. ഇന്ദു, ഡോർ അടച്ചേക്ക്. കിച്ചു പുറത്തേക്ക് പോയപ്പോൾ മീനാക്ഷി വീണ്ടും ഇന്ദുവിനെ നോക്കി. ഞാൻ എന്ത് ചെയ്യാനാ? പുള്ളിക്ക് വിശപ്പില്ലായിരിക്കും. അമ്മ ഇരിക്ക്. ഇന്ദു ഒരു പ്ലേറ്റിലേക്ക് ചപ്പാത്തി എടുത്ത് കറിയുമായി കഴിക്കാൻ തുടങ്ങി. ഹോ, എന്താ ഒരു രുചി. ഇനി എന്നും അമ്മ ഫുഡ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. രാവിലെ പുട്ടും കടലേ മതി, അതുണ്ടാക്കല്ലേ. വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മീനാക്ഷിയും വീർത്ത മുഖത്തോടെ കഴിക്കാൻ തുടങ്ങി. പാത്രങ്ങൾ കഴുകിയ ശേഷം ഇന്ദു വർക്കേരിയയിൽ ഡോർ അടച്ചോ എന്ന് നോക്കാനായി ഇറങ്ങി. രാഹുലിന്റെ വീട്ടിൽ നിന്ന് മിന്നുമോളുടെ ഉച്ചത്തിലുള്ള ചിരി കേട്ട് അങ്ങോട്ട് നോക്കി. മുകൾ നിലയിലെ റൂമിലെ ജനല് തുറന്നു കിടക്കുന്നു. മിന്നുമോളെ എടുത്തുകൊണ്ട് കിഷോറും അടുത്ത് തന്നെ രാഹുലും നിൽപ്പുണ്ട്. വാതിലിൽ ആരോ ശക്തിയായി തട്ടുന്നത് കേട്ടാണ് മീനാക്ഷി അമ്മ ഉണരുന്നത്. അവർ ക്ലോക്കിലേക്ക് നോക്കി. 5 മണിയാകുന്നതേയുള്ളൂ. വാതില് തുറന്നപ്പോൾ ഒരു കപ്പ് കാപ്പിയുമായി ഇന്ദു നിൽക്കുന്നു. ഇതെന്താ കൊച്ചേ, വാതിൽ തല്ലി പൊളിക്കുമല്ലോ. നിന്നോടിപ്പോ ആരാ കാപ്പി ചോദിച്ചത്? അവർക്ക് ദേഷ്യം വന്നു. 7 മണി കഴിഞ്ഞാണ് ഇത്രയും നാൾ ഉണർന്നുകൊണ്ടിരുന്നത്. അമ്മയോട് ഞാൻ ഇന്നലെ പറഞ്ഞത് മറന്നോ? ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യാൻ ഒരു സുഖവും ഇല്ല. അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് നിൽക്കാന്നേ. കൊച്ചേ, എനിക്ക് രാവിലെ അടുക്കള കയറാനൊന്നും വയ്യ. ഇവിടെ നിനക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാൻ ഭാവിച്ച മീനാക്ഷിയെ ഇന്ദു കയ്യിൽ പിടിച്ചു നിർത്തി. ഇവരെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. ഇങ്ങനെ എപ്പോഴും കിടക്കുന്നതുകൊണ്ടാ അമ്മയ്ക്ക് ഇത്രയും തടി. ആരെങ്കിലും കണ്ടാല് എന്നെയല്ലേ കുറ്റം പറയൂ.
എനിക്ക് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയില്ലെന്നല്ലേ പറയൂ. ഇത്രയും തടി കൂടിയാലുള്ള പ്രോബ്ലം അമ്മയ്ക്ക് അറിയില്ലേ? ആദ്യം കൊളസ്ട്രോൾ വരും, പിന്നാലെ പ്രഷറും ഷുഗറും തൈറോയിഡും, അത് കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക്. അതെങ്ങാനും വന്നാല് എന്ത് വേദനയാണെന്നറിയാമോ? മതി. മീനാക്ഷി കൈയെടുത്ത് ചെവി പൊത്തി. കണ്ടോ, ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് പേടിയായി. ഇനി അമ്മയ്ക്ക് കിടക്കണമെങ്കിൽ ആയിക്കോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ പോകും കേട്ടോ. ഉച്ചയ്ക്കുള്ള ആഹാരം അമ്മ ഉണ്ടാക്കണം. മീനാക്ഷി അമ്മ ആലോചിച്ചു നിന്നു. ഇന്നലെ ഇന്ദു രാവിലത്തേക്കുള്ള ആഹാരം മാത്രം ഉണ്ടാക്കിയിട്ടാണ് പോയത്. അവളോടുള്ള വാശി കൊണ്ടും മടി കാരണവും ചോറുണ്ടാക്കാൻ അവർക്കും തോന്നിയില്ല. ഉച്ചയ്ക്ക് കാര്യമായിട്ട് ഒന്നും കഴിച്ചതുമില്ല. വൈകുന്നേരം അവൾ ഉണ്ടാക്കുമെന്ന് കരുതിയതാണ്. ചപ്പാത്തി കഴിച്ച് വിശപ്പകറ്റിയെങ്കിലും എന്തോ ഒരു തൃപ്തിക്കുറവ് തോന്നി. ഇന്നുകൂടി ഉച്ചപ്പട്ടിണി കിടക്കാൻ വയ്യ. അടുക്കളയിൽ പോയി എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. മനസ്സില്ലാ മനസ്സോടെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അറിയാതെ ലക്ഷ്മിയുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞു. അമ്മേ, ഞാൻ പുട്ടിന് നനയ്ക്കുമ്പോഴേക്കും ഈ തേങ്ങയൊന്ന് തിരികെ വെക്കണേ. അത്രയും പറഞ്ഞിട്ട് ഇന്ദു വർക്കേരിയയിലേക്ക് നടന്നു. അവിടെയാണ് അടുപ്പ്. വിറകിലേക്ക് തീ പിടിപ്പിക്കുമ്പോഴും ചോറുകലം അടുപ്പിൽ വെക്കുമ്പോഴും അവളുടെ കണ്ണുകൾ രാഹുലിന്റെ വീട്ടിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. മീനാക്ഷി തേങ്ങ തിരികെപ്പോഴേക്കും കിതയ്ക്കാൻ തുടങ്ങി. ഞാനൊന്ന് കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം. അവർ ദയനീയമായി ഇന്ദുവിനെ നോക്കി. ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യാം, നിൽക്കാനല്ലേ പ്രയാസം. അമ്മ ഈ കസേരയിലിരുന്ന് ഈ ക്യാബേജ് ഒന്ന് അരിഞ്ഞതാ. അമ്മയുടെ ആരോഗ്യം എനിക്ക് അത്രയും വലുതാണെന്ന് കൂട്ടിക്കോ. ക്യാബേജും സവാളയും കട്ടിംഗ് ബോർഡും അവരുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. ഒരു കസേര നീക്കിയിട്ട് കൊടുത്തു. നിന്നെപ്പോലെ ഇവിടുത്തെ മരുമോളായിരുന്നു ലക്ഷ്മിയും. അവൾ ഒറ്റയ്ക്കാ ഇവിടെയുള്ള ജോലിയെല്ലാം ചെയ്തത്. മീനാക്ഷിയുടെ അനിഷ്ടം വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു. ഇന്ദു അവരെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചേച്ചിക്ക് എന്താ കിട്ടിയത്? പ്രസവിക്കില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അമ്മ ഇറക്കി വിട്ടില്ലേ? അമ്മയെ എതിർത്ത് ഭാര്യയെ കൂടെ നിർത്താൻ അമ്മയുടെ മോനെങ്കിലും കഴിഞ്ഞോ? അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ പോലാകാൻ തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായോ എൻ്റെ അമ്മയ്ക്ക്? അവർക്ക് ഉത്തരം മുട്ടി. ഇന്ദു കുക്കറിലേക്ക് കടല കഴുകിയിട്ടു. ഒപ്പം പുട്ടു പുഴുങ്ങാൻ തുടങ്ങി. ഇടയ്ക്കിടെ മീനാക്ഷിക്ക് ഓരോ പണി കൊടുക്കാനും മറന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ രാവിലത്തേക്ക് പുട്ടും കടലയും റെഡിയായി. ഇന്ദുവിന് ചോറിന് കൂട്ടാനായി ചമ്മന്തിയും തോരനും പച്ചമോരും. ഞാൻ പോയി കഴിഞ്ഞാലും അമ്മ സീരിയലും കണ്ടിരിക്കണ്ട, ഇവിടെയൊക്കെ തൂക്കാൻ മറക്കരുത്. കഴിക്കാനിരിക്കുമ്പോൾ ഇന്ദു പറഞ്ഞു. അവൾ പോയാലുടൻ കുറച്ചു നേരം കിടക്കാമെന്ന് ആലോചിച്ച മീനാക്ഷി അതൃപ്തിയോടെ അവളെ നോക്കി. എന്റെ മോൻ പിണങ്ങി നിൽക്കുന്നതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കിയനെ. മീനാക്ഷി പിറുപിറുത്തു. അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഇന്ദു തിരിഞ്ഞു നോക്കി. ഹേ, ഒന്നുമില്ല, മോള് ലേറ്റാണ്ടാന്ന് പറഞ്ഞതാ. ഇന്ദു ബാഗും തൂക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മീൻ വിൽക്കുന്ന അന്നമ്മ വരുന്നത്. നല്ല പിടയ്ക്കുന്ന അയലയാ കുഞ്ഞേ, 100 രൂപയ്ക്ക് എടുക്കട്ടെ? ഇന്ദു ബാഗ് തുറന്ന് 100 രൂപ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു. അമ്മേ, ദാ ഈ മീൻ വാങ്ങണേ. പുളിയും മുളകിട്ട് വെച്ചാൽ മതി, കുറച്ച് വറുക്കാനും മാറ്റി വെച്ചേക്ക്. മീനാക്ഷി അടുക്കളയിൽ നിന്ന് ഒരു പാത്രവുമായി വന്നു. ഈ മോളേതാ? ലക്ഷ്മി കൊച്ചെന്തിയേ? അന്നമ്മ ഇന്ദുവിനെയും മീനാക്ഷിയെയും നോക്കി. ചേച്ചി വീട് വരെ പോയേക്കുവാ. ഈ മീനാക്ഷിയമ്മ എൻ്റെ അമ്മായിയാ, വരട്ടെ? മീനാക്ഷിയെ ഒന്ന് നോക്കിയിട്ട് ഇന്ദു വേഗം നടന്നു. കയ്യിലിരിക്കുന്ന മീനിലേക്ക് അവർ വിഷമത്തോടെ നോക്കി നിന്നു. ഈശ്വരാ, ഏത് നേരത്താണോ എനിക്ക് ഈ പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? തലയിൽ കൈവച്ചുകൊണ്ട് മീനാക്ഷി പരിതപിച്ചു. കിഷോർ വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ആരെയും കാണാതെ അവൻ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ മുറ്റത്തിരുന്ന് മീൻ നന്നാക്കുന്ന അമ്മയെ കണ്ട് ഒരു നിമിഷം അമ്പരപ്പോടെ നിന്നു. ആരാ ഇത്? മീനാക്ഷി അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ജോലിയൊക്കെ അറിയോ? അവന്റെ ചോദ്യം കേട്ട് മീനാക്ഷി ദയനീയമായി തിരിഞ്ഞു നോക്കി. നീ ഇവിടെ ഒരു ഉദ്യോഗക്കാരിയെ കൊണ്ട് നിർത്തിയില്ലേ? അവൾക്ക് വരുമ്പോ മീൻകറി കൂട്ടിയ ചോറിറങ്ങൂന്ന്. ആഹാ, അവള് മിടിക്കുകയാണല്ലോ. മരുമോള് പറഞ്ഞതല്ലേ, ടേസ്റ്റ് ഒട്ടും കുറയ്ക്കണ്ട. കിഷോർ റൂമിലേക്ക് പോയി. അച്ചിക്കോന്തൻ, അവർ അമർഷത്തോടെ പിറുപിറുത്തു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. കണ്ണനും പൊന്നുവും എന്നും വന്നു തുടങ്ങി. രാവിലെ ഉണർന്ന് ജോലിയെല്ലാം ഒതുക്കി ലക്ഷ്മി അവർക്കായി കാത്തിരിക്കും. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. ആദ്യത്തെ അപരിചിതത്വമൊക്കെ മാറി രണ്ടുപേർക്കും. ഇപ്പോൾ കുറുമ്പ് കുറേശ്ശായി പുറത്തു വന്നു തുടങ്ങി. രാധമ്മയുടെ സഹായത്തോടെ കുറച്ച് കോഴികളെയും ആടിനെയുമൊക്കെ വളർത്താനും തുടങ്ങി.
അടുത്തൊരു വീട്ടിൽ തയ്യൽ പഠിക്കാനും പോകുന്നുണ്ട്. എപ്പോഴും ഓരോ ജോലികളിൽ മുഴുകുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരില്ല. മാത്രമല്ല, ഇനി ഒരു ആവശ്യത്തിനായി കിച്ചേട്ടൻ്റെ മുന്നിൽ പോലും കൈനീട്ടേണ്ടി വരരുത്. എങ്കിലും ഇടയ്ക്ക് അവൾ ഓർക്കും, കിച്ചേട്ടനിപ്പോൾ എവിടെയാകും? ഇന്ദുവിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമോ? ഓർക്കുമ്പോൾ നെഞ്ചിലൊരു പുകച്ചിൽ തോന്നും. കിച്ചേട്ടൻ്റെ മനസ്സിനും ശരീരത്തിനും അവകാശിയായി മറ്റൊരാൾ. എങ്കിലും അതല്ലേ ശരിയെന്ന് സമാധാനിക്കും. ഒരു കുഞ്ഞിനു വേണ്ടി ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം. എല്ലാം നടക്കട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഒരു ദിവസം ഉച്ചയായിട്ടും കുട്ടികളെ കൊണ്ടുപോകാൻ ദേവകി അമ്മയോ ഭർത്താവോ വന്നില്ല. ലക്ഷ്മി കുട്ടികൾക്ക് ആഹാരം കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഉറക്കമായി. വൈകുന്നേരമായിട്ടും ആരും വരാത്തതിനാൽ ലക്ഷ്മി രാധയെ വിളിച്ചു. എന്താ മോളെ? വേലിയുടെ അരികിൽ നിന്ന് രാധ ചോദിച്ചു. കുട്ടികളെ കൊണ്ടുപോകാൻ ആരും വന്നില്ലല്ലോ രാധമ്മേ. ലക്ഷ്മി പറഞ്ഞത് കേട്ട് രാധമ്മ ആലോചനയോടെ നിന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ദേവകിയൊന്ന് വിളിച്ചു നോക്കാം. കുഞ്ഞുങ്ങൾ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിനാൽ ലക്ഷ്മി തിരിച്ചു പോന്നു. കുറച്ചു കഴിഞ്ഞ് രാധ തിടുക്കത്തിൽ വന്നു. പ്രഭാകരന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന്. രാധയും മോനും അവിടെയാ. അയ്യോ, എന്നിട്ട് എങ്ങനെയുണ്ട്? ലക്ഷ്മി ആദിയോടെ ചോദിച്ചു. പ്രഭാകരനാണ് മിക്കവാറും കുട്ടികളെ കൊണ്ടുവരുന്നത്. അത്യാവശ്യം മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. മൈനർ അറ്റാക്കാണെന്നാ പറഞ്ഞത്. കുട്ടികളെ കുറച്ചു കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാമെന്നാ ആകാശ് പറഞ്ഞത്. രാധ മടങ്ങിയപ്പോഴും ലക്ഷ്മി കൈ താടിയിലൂന്നിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഉണർന്നു. ലക്ഷ്മി അവരെ കൊണ്ടുപോയി കൈയും മുഖവും കഴുകി. അച്ചച്ചൻ എന്താ വരാത്തേ? പൊന്നു റോഡിലേക്ക് കണ്ണുനട്ട് ചോദിച്ചു. അച്ചച്ചൻ ഇപ്പൊ വരും കേട്ടോ. മോള് ചായ കുടിച്ച് മിടിക്കായിരിക്ക്. ലക്ഷ്മി 2 സ്റ്റീൽ ഗ്ലാസുകളിൽ ചൂടാറ്റിയ ചായയും ഉപ്പുമാവും എടുത്തു വന്നു. വിശപ്പുള്ളതുകൊണ്ട് വലിയ എതിർപ്പൊന്നുമില്ലാതെ രണ്ടാളും കഴിച്ചു. വയറ് നിറഞ്ഞപ്പോൾ കളിക്കാൻ തുടങ്ങി. നേരം ഇരുട്ടിയപ്പോൾ രാധമ്മയും വന്നു. കുട്ടികൾ ഉള്ളതുകൊണ്ട് ഒരു കൂട് ബിസ്ക്കറ്റും കയ്യിൽ കരുതിയിരുന്നു. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വാതിൽക്കൽ നിന്ന് റോഡിലേക്ക് നോക്കുന്നുണ്ട്. ലക്ഷ്മിയും രാധയും എന്തെങ്കിലും പറഞ്ഞ് അവരുടെ ശ്രദ്ധ മാറ്റും. രാധമ്മ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരുന്നു. എനിക്ക് വീട്ടിൽ പോണം. കണ്ണൻ ചിണുങ്ങാൻ തുടങ്ങി. കണ്ണൻ കരയല്ലേ, അച്ചമ്മ ഇപ്പൊ വരും. ലക്ഷ്മി അവനെ എടുത്തു നടന്ന് ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും പൊന്നുവിനായി സങ്കടം. വിശക്കുന്നുണ്ടോ വാവയ്ക്ക്? ചോറ് തരട്ടെ? രാധ അവളെ എടുത്ത് മടിയിലിരുത്തി. വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. അച്ചമ്മയെ കാണണം. പൊന്നു വലിയ വായിൽ കരയാൻ തുടങ്ങി. ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങി കണ്ണനും അവളുടെ കൂട്ടത്തിൽ കൂടി. ലക്ഷ്മിയും രാധമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി. കുട്ടികളുടെ കരച്ചിലും ആശ്വസിപ്പിക്കലുമായി സമയം കടന്നുപോയി. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ലക്ഷ്മി എണീറ്റ് ജനൽ തുറന്നു നോക്കി. അച്ചച്ചൻ വന്നു. കണ്ണനും പൊന്നുവും ചാടി എണീറ്റു. പുറത്തു നിന്ന് അപരിചിതനെ കണ്ട് ലക്ഷ്മി രാധമ്മയെ നോക്കി. ദേവകിയുടെ മോനാ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. ലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ട് രാധമ്മ വാതിൽ തുറന്നതും കുട്ടികൾ പുറത്തേക്ക് ഓടി. ആകാശിനെ കണ്ടതും അവരുടെ മുഖം മങ്ങി. ലക്ഷ്മി ബാഗുമെടുത്ത് കുട്ടികളുടെ പിന്നാലെ നടന്നു. മടിച്ചു നിന്ന കുട്ടികളെ എടുത്തുകൊണ്ട് അയാൾ ഗേറ്റിനരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിനടുത്തേക്ക് നടന്നു. അച്ഛന് ഇപ്പൊ എങ്ങനെയുണ്ട്? ബാഗ് കൊടുക്കുമ്പോൾ ലക്ഷ്മി ചോദിച്ചു. അതിഷ്ടപ്പെടാത്ത രീതിയിൽ അയാൾ നോക്കി. മറുപടി ഒന്നും പറയാതെ പോവുകയും ചെയ്തു. എന്തു മനുഷ്യൻ! ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ പെരുമാറ്റം. ലക്ഷ്മി റോഡിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഓർത്തു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.